Good morning, everybody. Welcome back to Healthy Space YouTube channel once again. ഒത്തിരി ആളുകൾക്ക് ഉള്ള ഒരു സംശയമാണ്, മൂത്രമൊഴിക്കുമ്പോൾ മൂത്രത്തിലൂടെ പതയായിട്ടാണ് യൂറിൻ വെളിയിലേക്ക് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എൻ്റെ കിഡ്നി തകരാറിലായോ, എൻ്റെ വൃക്കകൾ രണ്ടും തകരാറിലാകുന്നതിൻ്റെ ലക്ഷണമാണോ എന്നാണ് ഒത്തിരി ആളുകൾക്ക് സംശയമായിട്ടുള്ളത്. ഇത് ഒരുപാട് ആളുകൾക്കിടയിലുള്ള ഒരു സംശയം തന്നെയാണ്. എൻ്റെ കിഡ്നികൾ രണ്ടും എൻ്റെ വൃക്കകൾ രണ്ടും തകരാറിലാകുന്നതിൻ്റെ ലക്ഷണമാണോ മൂത്രത്തിൻ്റെ കൂടെ പതയായിട്ട് പോകുന്നത് എന്ന് ബലമായി ഒത്തിരി ആളുകൾ സംശയിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാം നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തിൽ നാം വരുത്തിയ മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ്? വീട്ടിലെ ഭക്ഷണങ്ങളാണ് അല്ലേ? ഇപ്പം നമ്മൾ അധികം ആളുകളും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് വെളിയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കും ഇടയ്ക്ക്, അതല്ലെങ്കിൽ ജങ്ക് ഫുഡ് പോലെയുള്ള സാധനങ്ങൾ കഴിക്കും, അതല്ലെങ്കിൽ കൂടുതൽ മസാല ഐറ്റംസൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ്, കൂടുതലായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം കൊണ്ട്, ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റം കൊണ്ടും യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രത്തിൽ പതയുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട് ഇത്തരം പ്രയാസം കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്ക് ശരിയായ നിദ്ര ലഭിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒരു 7 മണിക്കൂറെങ്കിലും ശരിയായി ഉറങ്ങാൻ കഴിയാതിരിക്കുക, ഉറക്കം ലഭിക്കാതിരിക്കുക. അതുപോലെ തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെയുണ്ടെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, ഷുഗർ ലെവൽ കൺട്രോൾ അല്ലെങ്കിലും അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ തുടക്കക്കാരിലും ഇത്തരം പ്രയാസങ്ങൾ കണ്ടുവരുന്നു. നമ്പർ 4, നാലാമത്തൊരു കാര്യം, അമിതമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ അകത്തേക്ക് നാം ഡിപ്പോസിറ്റ് ചെയ്താലും രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് ഉയർന്ന തോതിലാണെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് അമിതമായ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിലും ചില സാഹചര്യങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ സർവ്വസാധാരണയായി കണ്ടുവരാറ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമുക്കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നത്? അതറിയാനായിട്ട് ഒത്തിരി ചികിത്സാ രീതികൾ ഇന്ന് സമൂഹത്തിൽ ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് ഇന്ന് തഴച്ചു വളർന്നു നിൽക്കുന്ന അലോപ്പതി ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ ചികിത്സാ രീതി. യാതൊരു മരുന്നിൻ്റെയും ഉപയോഗമില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു പാർശ്വഫലവുമില്ലാതെ, സാമ്പത്തിക നഷ്ടമില്ലാതെ ഇങ്ങനെയുള്ള പ്രയാസങ്ങളെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപങ്ക്ചർ. ഇനി എന്തുകൊണ്ട് നാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതയോടുകൂടെ യൂറിൻ വെളിയിലേക്ക് പോകുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു അക്യുപങ്ക്ചറിസ്റ്റിനെ കണ്ടുകൊണ്ട് ശരിയായി പൾസ് ഡയഗ്നോസിസ് നടത്തിയാൽ എന്തുകൊണ്ട് ഇത്തരം പ്രയാസം ഉണ്ടാകുന്നു തിരിച്ചറിയാൻ കഴിയും. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ലബോറട്ടറിയിൽ പോയി യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ ഇത്തരം പ്രയാസം എന്തുകൊണ്ട് വരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊന്നും ചെയ്യാതെ മൂത്രത്തിൽ പത കാണുമ്പോൾ തന്നെ എൻ്റെ വൃക്കകൾ രണ്ടും പോയിരിക്കുന്നു, അതല്ലെങ്കിൽ എൻ്റെ 2 കിഡ്നികളും തകരാറിലായതിൻ്റെ ലക്ഷണമാണ് ഇത് എന്ന് ഭയപ്പെട്ട് പേടിച്ച് ഇരിക്കേണ്ട ഒരു കാര്യവും ഇന്ന് നിലവിലില്ല. ഇന്ന് ഏത് അസുഖത്തിനും ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ ജീവിക്കുന്ന കാലം അത്രയും സുഖമായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. താങ്ക് യു.